വിളവെടുക്കും. ഇപ്പൊ നമ്മൾ സാധാരണ 10-ാം തീയതി എല്ലാ വർഷവും എടുക്കാറുണ്ട്. അപ്പൊ ഇത്തവണയും വിളവെല്ലാം കൃത്യമാണ്, കാലാവസ്ഥയിൽ അനുകൂലമാണെങ്കിൽ 10-ാം തീയതി കൂടി നമ്മൾ വിളവെടുക്കും. ഈ പട്ടുചീരയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ സുനിലെ. ഇത് നമ്മുടെ വാത്താങ്കര ചീര. അതായത് നട്ട് കഴിഞ്ഞാൽ തൈ നട്ട് കഴിഞ്ഞാൽ 28 ദിവസം തൊട്ട് വിളവെടുക്കാം. ഇപ്പൊ 25 ദിവസം ആയതാണ്, അതിൻ്റെ പൊക്കമായിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന ഒരു ഇനമാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ വിഷുവിന് കണിവെള്ളരി ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ കണിമത്തനും ഉണ്ട്. അപ്പൊ ഇത് ഏത് വെറൈറ്റിയാണ്? അപ്പൊ ഇതെങ്ങനെയാണ് അതിന്റെ ഒരു വിശേഷം കൂടി ഒന്ന് പറഞ്ഞു. കണിമത്തൻ എന്ന് പറഞ്ഞാലേ നമ്മള് മാർക്കറ്റിൽ ഇപ്പൊ വിഷുവിന് ഒരു നിർബന്ധമായി വന്നിരിക്കുകയാണ് കണിമത്തൻ. അതുപോലെ അമ്പിളിമത്തൻ. നമ്മള് പറയുമ്പോ അത് മൈസൂർ മത്തൻ എന്ന് പറയും. മൈസൂറാണ് ഇത് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് എന്തായാലും 1 കിലോ താഴെ നിൽക്കണം. ഒരുപാട് ഓവർ മുഴുപ്പായി കഴിഞ്ഞാൽ മാർക്കറ്റില്ല. അപ്പൊ നമ്മൾ അതനുസരിച്ചാണ് ഇത്. ഇത് ഒരെണ്ണത്തിന്റെ വിലയാണോ അതോ തൂക്കത്തിനാണോ? നമ്മൾ തൂക്കത്തിനാണ് കൊടുക്കുന്നത്.